പ്രണയകഥ മുതൽ രാഷ്ട്രീയ ത്രില്ലറുകൾ വരെ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ. മണിരത്നത്തെ അറിയാത്ത സിനിമാ പ്രേമികൾ ഉണ്ടാകില്ല. റോജ, ബോംബെ, നായകൻ, OK കൺമണി, പൊന്നിയിൽ സെൽവൻ തുടങ്ങി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ. 37 വർഷത്തിന് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ്. 1987 പുറത്തിറങ്ങിയ നായകന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം കൂടിയെന്ന പ്രത്യേകത കൂടിയുണ്ട് തഗ് ലൈഫിന്. കുറ്റവാളികൾ രൂപപ്പെടുത്തുന്ന ഒരു ലോകത്താണ് ചിത്രം നടക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വേരൂന്നിയ ഒരു നിഗൂഢ വ്യക്തിയായ രംഗരായർ ശക്തിവേൽ നായ്ക്കരുടെ വേഷത്തിൽ കമൽഹാസൻ എത്തുന്നു. ഒരു ആയോധന കലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശ്രദ്ധേയമായ വേഷവിധാനം അനാച്ഛാദനം ചെയ്യുന്നതിന് മുമ്പ് ഒരു ജാപ്പനീസ് ഗുണ്ടാ സംഘത്തിന് തുല്യമായ യാക്കുസ എന്ന പദത്തെ അദ്ദേഹം നിർവചിക്കുന്നുമുണ്ട്. ഇത് സിനിമയുടെ തീവ്രമായ ആക്ഷനെയും ആഗോള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. കമൽഹാസൻ നായകനാകുന്ന 234ാമത്തെ ചിത്രമായതിനാൽ തഗ് ലൈഫ് 2022 നവംബറിൽ താൽക്കാലികമായി 234 എന്ന പേരിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ചിത്രത്തിലെ ആദ്യഗാനമായ ജിങ്കൂച്ച പുറത്തിറക്കിയിരുന്നു. ഒരു വിവാഹാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ജിങ്കൂച്ചയിൽ കമൽഹാസനും സിലംബരസനും AR റഹ്മാന്റെ ഒരു ഗാനത്തിന് നൃത്തം ചെയ്യുന്നതാണ് അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമെന്നതിനെക്കുറിച്ചും ചിത്രം എന്ത് നൽകുമെന്നതിനെക്കുറിച്ചും പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ വർദ്ധിച്ചു വരികയാണ്. മണിരത്നവുമായി മുമ്പ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തതിന് കമൽഹാസൻ പ്രേക്ഷകരോട് ക്ഷമാപണവും നടത്തിയിരുന്നു. ഞങ്ങൾ മികച്ച തിരക്കഥകൾ തിരയുകയായിരുന്നു, അതുകൊണ്ടാണ് സഹകരിക്കാൻ ഇത്രയും സമയമെടുത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തഗ് ലൈഫിൽ പ്രണയകഥകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ലെങ്കിലും 2 നായികമാരെ വേണമെന്ന് കമൽഹാസൻ തമാശയായി ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി. 2 സ്ത്രീകളും എന്നോട് ഐ ലവ് യു എന്ന് പറയുന്നില്ല, പകരം അത് ജോജു ജോർജാണ്. സെറ്റിൽ എല്ലാ ദിവസവും അദ്ദേഹം ഐ ലവ് യു സാർ എന്ന് പറയുമായിരുന്നു. അതുകണ്ട് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു എന്നതും ഒരു പുഞ്ചിരിയോടെയാണ് കമൽഹാസൻ ആരാധകർക്ക് മുമ്പിൽ പങ്കുവച്ചത്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണലും മദ്രാസ് ടാക്കീസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. 3 പതിറ്റാണ്ടായി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ തൃഷ, ജോജു ജോർജ്, സിലംബരസൻ, നാസർ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, രവി മോഹൻ തുടങ്ങിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം ജൂൺ 5 തിയേറ്ററുകളിലേക്ക് എത്തും.